പണ്ട് പിന്നെ ഗുരുദേവൻ പറഞ്ഞതുപോലെ ബ്രഹ്മ ഇവിടെ വെച്ച് ചാരി അങ്ങ് പൊക്കോളാൻ. ബ്രഹ്മചാരിയാകാൻ ചെന്നതാ, പേര് ചാരി. അപ്പം എന്തോ നടപടിക്രമം കണ്ട് ദോഷമായിട്ട് അവൻ ഗുരു വിളിച്ച് പറഞ്ഞെന്നാ പറഞ്ഞത്. പേരെന്നാ? പേര് ചാരി. എന്തിനാ ഇവിടെ വന്നേ? ബ്രഹ്മചര്യം പഠിക്കാം. ഒരു കാര്യം ചെയ്യും, ബ്രഹ്മ ഇവിടെ വെച്ചേച്ചേ ഇവിടെ വന്ന് മർമ്മമെല്ലാം കേട്ടേച്ച് കുടുംബത്തിൽ എന്ന് മർമ്മത്ത് നോക്കി ഇടിച്ചാലോ. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയും, കേൾക്കും, ദൈവാത്മാവ് പറയുന്ന കേട്ടോ, ഓ ഇടപെടണമേ വ്യക്തമായി. അപ്പം പ്രവാചകന് മനസ്സിലായി ചേമ്പ് ഇവിടെ വേഗുന്ന കലവാ. ഉടനെ ഇവർ വീട്ടുകാരിക്കും, ആ ഭാഗത്ത് ഈ വീട്ടിൽ നിന്നാ. അവിടെ ആരാ താമസിക്കുന്നത്? അച്ചായൻ്റെ അമ്മ. അച്ചായൻ്റെ അപ്പം സഹോദരിമാർ കേട്ടോ, ഞാൻ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് വിശ്വാസമില്ല. ഞാൻ കണ്ടോ ദൈവാത്മാവ്. ഉടനെ അമ്മാമ്മ എന്തോ പാസ്റ്റർക്ക് വെളിപ്പെട്ടത്, അവർ ചില സ്ഥലങ്ങളിൽ പോയി നിങ്ങൾക്കെതിരെ. ഉടനെ ഭാര്യ, ഇന്നാളമ്മ കടമറ്റത്ത് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഉടനെ സഹോദരി പറയും, കടമറ്റത്ത് മാത്രമല്ല പാസ്റ്റർ, പിന്നെ ഇവിടെ നീരേറ്റോറം പാലം കഴിഞ്ഞ് ഇറങ്ങി അങ്ങോട്ടിലും പേടത്തോട്ട്. ഉടനെ രണ്ടുപേരുടെ ഒരു തീരുമാനം, ഇനി മരണം വരെ അമ്മയായിട്ട് യാതൊരു രക്ഷപ്പെട്ടല്ലോ. തളയ്ക്ക് വെള്ളവും കൊടുക്കണ്ട, അന്വേഷിക്കാൻ വേണ്ട, ഇച്ചിരി കഞ്ഞി വെച്ചാലും കൊണ്ട് ദൈവാത്മാവ് ഇടപെട്ടതല്ലേ അവിടുന്ന് വിഷയമാണെന്ന്. അത് ദൈവാത്മാവല്ല, വന്നവന് ഭൂതമാ, നിനക്കും ദുരാത്മാവാ. മനസ്സിലാകുന്നുണ്ടോ? വന്നവൻ ഏതാന്ന് വെച്ചാൽ അവൻ അമ്മയെ അന്വേഷിക്കാത്തവനായി വന്നത്. അവനൊരു കൂട്ടു തപ്പി നടക്കുകയായിരുന്നു. മാതാപിതാക്കൾ നിരീശ്വരവാദികളാകട്ടെ, അക്രൈസ്തവരാകട്ടെ, മുസ്ലിംസ് ആകട്ടെ, ഹൈന്ദവരാകട്ടെ, ആരും ആയിക്കോട്ടെ, അവരപ്പനും അമ്മയാ. വേറെ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ. അത് വേറെ പുസ്തക പ്രമാണമാ. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ 21 ഇരുന്നും കൊണ്ട് എന്തെങ്കിലും ഗുണം വരുമോ? ചുമ്മാ കഞ്ഞിയും വെള്ളം കുടിക്കാതെ. ഓ, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ തമ്പേർ കുമ്മനാട്ടിൽ നിന്ന് മേടിച്ച് കമത്തിയിട്ടടിച്ച് തല്ലി പൊട്ടിച്ചിട്ട്, പക്ഷെ 4 തമ്പേറാ പൊട്ടിയത്. അതിന് അത്ര ഉണർവായി ഇവിടെ നടക്കുന്നത്. 5ാമതൊരെണ്ണം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് തോലിട്ടോണ്ടിരിക്കുക. നമ്മുടെ അച്ഛൻ്റെ പേരെന്നെ തമ്പേർ സണ്ണിച്ചാൻ, ഇമ്മാനുവേലെ സണ്ണിച്ചാൻ തോലിട്ടോണ്ടിരിക്കുക. അതിന്തിനാ? അടിച്ചു പൊട്ടിക്കാൻ. അപ്പനും അമ്മയും അവിടെ ആശ്വാസവാനിലുണ്ട്. നിങ്ങൾ ഇതിന് തമ്പേരെല്ലാം തല്ലി പൊട്ടിക്കുന്നത് ഉണർവ്, ചില വിടുതലുകൾ എനിക്ക് മനസ്സിലാകുന്നില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. നിന്റെ അപ്പനും അമ്മയും വൃദ്ധരായിരിക്കുമ്പോൾ അവരെ നിന്ദിക്കരുത്. ഈ പ്രായമുള്ളവർക്ക് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ ഈ കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മളായിരിക്കും ഭൂലോക മെനക്കേടുകൾ. ഇപ്പം ഇരുന്നിട്ട് തന്നെ മെനക്കേടാ. സ്തോത്രം. നമ്മളായിരിക്കും നമ്മുടെ ഈ താലൂക്കിലെ പ്രായമുള്ളവർക്ക്, അവർക്ക് ഈ പ്രായമുള്ളവർക്കും പിള്ളേർക്ക് ഏതാണ്ട് സ്വഭാവം ഒരുപോലൊക്കെ വരും. നമ്മളൊരു സാധനം കൊണ്ടുവന്ന് പിള്ളേർക്ക് ആദ്യം കൊടുത്തില്ല, അതങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല, അല്ലേ? പ്രായമുള്ളവർക്കും അങ്ങനെ. പൊതി മേടിച്ചോണ്ട് അകത്തോട്ട് പോയി അമ്മയെ അപ്പനിരിക്കാം. അവർ തമ്മിൽ ചോദിക്കാം, എന്നതാ? നീ ചോദിച്ചില്ലേ? പിന്നെ ചോദിച്ചു, എന്താണ് ഉണ്ടായി? ഉടനെ അകത്ത് ചെന്ന് ഭാര്യയും ഭർത്താവിടെ പൊതി അടിച്ചു. കിലുകിലാന്ന് ശബ്ദം കേൾക്കാം. ഉടനെ നീ ഒന്ന് നോക്കിയ. പിന്നെ അതേസമയം
ഞാൻ ഉദാഹരണമാണ്, നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ യോജിച്ചാൽ മതി കേട്ടോ. അതേസമയം ആ പൊതിയായിട്ട് നീ വരുമ്പം അപ്പനും അമ്മയും ബാധിക്കരുക. അമ്മയുടെ കയ്യിലോട്ട് കൊടുത്ത്, അമ്മേ എന്നാ ഇത് എന്താ ചിക്കൻ വറുത്തതാ, അല്ലെങ്കിൽ അലുവായ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നമ്മ 5-6 ബോണ്ട. നമ്മുടെ ഷിനുവിന് ബോണ്ടയാണ് ഇഷ്ടം. ബോണ്ട ആയിക്കോട്ടെ, ബോണ്ട എന്തും ആയിക്കോട്ടെ, അല്ലെ പരിപ്പ് വട. അത് അമ്മയുടെ കയ്യിലോട്ട് കൊടുത്ത അമ്മയുടനെ വീട്ടിൽ ആരൊക്കെ ഉണ്ടല്ലോ അവർക്കല്ല വീതിച്ച് കൊടുത്ത് ആദ്യം മേടിച്ചോണ്ട് വന്നതിന് കൊടുക്കും, പിള്ളേർക്കും എല്ലാം കൊടുത്ത്. എന്നാൽ അപ്പം റെഡി ഒരെണ്ണം എനിക്ക് കൊടുത്താ. ഓ നിങ്ങൾക്ക് വല്ലു ഒന്നുമില്ല, അവിടെ നിൽക്ക്. ഒന്ന് പകുതിയാക്കി അപ്പൻ്റെ കയ്യിലോട്ട് പകുതി കൊടുത്ത്, അമ്മയെ തികഞ്ഞില്ലെങ്കിലേ അങ്ങനെ അമ്മമാർ ചെയ്യുന്നത്. എല്ലാവർക്കും ഓരോന്ന് കൊടുത്തപ്പോൾ ലാസ്റ്റ് അപ്പനും അമ്മ ഇരിക്കുക ഒരെണ്ണം ഉള്ളു. ഉടനെ അപ്പം റെഡി, നമുക്കില്ല, അവിടെ നിൽക്ക്. പിള്ളേർക്കെല്ലാം കൊടുത്ത് അമ്മ ഓരോണ്ണം എടുത്ത് പൊളന്ന് 2 ആക്കി. എന്നാ ഇത് നിങ്ങളത് കഴിച്ചാൽ മതി, എന്നാൽ അത് കൊളസ്ട്രോളും ഒക്കെ ഉള്ളതാണ്, അത് മതി. അത് അമ്മ അത് മാനേജ് ചെയ്യും, ഇല്ലേ? നിങ്ങൾ പറ, അമ്മ അത് മാനേജ് ചെയ്യും. അപ്പനും പ്രയാസമില്ല. എന്നാലും നീ എനിക്ക് ഒരെണ്ണം, നിങ്ങളത് കഴിച്ചാൽ മതി, കൊച്ചുങ്ങൾ കഴിക്കട്ടെ. എന്നാ ഇച്ചിരി കൂടെ പിടി. അമ്മയുടെ വിധത്തിന് കുടുംബഭദ്രത കണ്ടോ? നീ ഇത് അപ്പനെയും അമ്മയും കാണിക്കാതെ ബോധിയായിട്ട് ബെഡ്റൂമിലോട്ട് ഓടി. പറ, നിങ്ങൾ പറ. ഞാൻ എൻ്റെ അമ്മയുടെ അമ്മയും അപ്പൻ്റെ അമ്മയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഉള്ളപ്പോൾ ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഞാൻ അവരുടെ കയ്യിലോട്ടേ കൊടുക്കുകയുള്ളൂ. എന്തോ സന്തോഷമാണെന്നറിയോ? അവരുടെ കയ്യിലോട്ട് കൊടുക്കും. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പലതും പറയാൻ. ഞങ്ങളുടെ കഞ്ഞിയമ്മയാന്നേലും അച്ചാച്ചൻ്റെ അമ്മയാന്നെ കുറച്ചുകൂടെ നല്ല സ്വഭാവ വൈശിഷ്ട്യമാണ്. അമ്മച്ചി അതിരുന്ന് എല്ലാവർക്കും വഴിയെ പോകുന്നവരും വിളിക്കും, എടേ ഇങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ ഞങ്ങളുടെ അച്ചാച്ചൻ്റെ അമ്മ ഒരു 4 ഈ ജോലിയൊക്കെ കണ്ടെത്തിപ്പണിയുള്ള സമയത്തൊക്കെ റോഡ് വഴിക്കടുത്താ വീട്. വല്യമ്മ ഏറെ കാപ്പി തിളപ്പിച്ചിടും. അതിട്ട് പണി കഴിഞ്ഞ് പോകുന്ന പെണ്ണുങ്ങളെല്ലാം വിളിച്ച് എടി ഇച്ചിരി കാപ്പി കുടിച്ചു പോകാൻ. അവർക്കൊന്നും ആശ്വാസം വന്നിറിയോ? ആ വഴി നിൽക്കും കാപ്പിയായിട്ട്. ഞങ്ങളുടെ കൊച്ചൻ പറയും ഇവിടെ പഞ്ചാരയും തൈലെല്ലാം അങ്ങ് തീരുക, പക്ഷെ ദോഷമൊന്നും വന്നില്ല കേട്ടോ, വരുത്തുമില്ല. വരികയല്ല, ഒരു ദോഷവും വരികയല്ല. താണ്ടിപ്പം 105 മിടുക്കിയായിട്ടിരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ശുശ്രൂഷിക്കുന്നു. സാധാരണ 105 ആണെന്ന് എങ്ങനെയും മാറി കിട്ടാനാ ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചത് ദീർഘായുസ് കൊടുക്കണമെന്നാ. ആർക്കും ഒരു മടുപ്പില്ല, ഇഷ്ടമാണ്, സ്വഭാവം അങ്ങനെ. സ്തോത്രം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾക്കുമൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. സ്തോത്രം ചെയ്യണം. അത് അപ്പോൾ പ്രായമുള്ളവരുടെ കയ്യിലോട്ട് കൊടുത്തേ അവരത് നല്ല അതുപോലെ ആഹാരമൊക്കെ പാകമാകുമ്പോൾ അവർക്ക് ആക്കം ഉണ്ടെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ, ചില പ്രായമുള്ള അപ്പനും അമ്മയ്ക്കും ഒക്കെ കൊണ്ട് കൊടുത്താൽ അവർക്ക് അതാ സന്തോഷം. എന്നാൽ ആക്കമുള്ളവരുണ്ട്, അമ്മച്ചി വന്നത് വിളമ്പ് എന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. ആരോഗ്യവും താല്പര്യവും ഉണ്ടെങ്കിൽ ക്ഷീണിതരായിരിക്കുന്ന അമ്മമാർക്കൊന്നും ഒക്കത്തില്ല. അമ്മച്ചി അവർ നന്നായിട്ടത് കൈകാര്യം ചെയ്യും, ഇല്ലേ? അഥവാ ഒരു ഷോർട്ടേജ് വന്നാലും അതൊന്നും കുഴപ്പമില്ല, എല്ലാവർക്കും. അതേസമയം നമ്മൾ അവരെ അടുപ്പിക്കാതെ, ഇന്നാൾ ഞാൻ പറഞ്ഞ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഇപ്പം 105 പുള്ളിക്കാരുടെ അമ്മ ഒരല്പം ശുണ്ടിയൊക്കെ ഉള്ള അമ്മയാണ്. ചിലപ്പോൾ ശുണ്ടി വർത്താനമൊക്കെ പറയും, എന്നാൽ എൻ്റെ വല്യമ്മ അതെല്ലാം സാധിക്കും കേട്ടോ. തീരെ ക്ഷീണിതയായി കിടക്കുമ്പം പുള്ളിക്കാരുടെ വല്യമ്മയെ പറഞ്ഞുള്ള അറിവാണ്. ഞാൻ അമ്മച്ചിയെ കണ്ടിട്ടുണ്ട്, ഈ അനുഭവങ്ങളൊന്നും എനിക്കധികമില്ല. അപ്പം പ്രായമുള്ള ആളല്ലേ എന്നോർത്ത് ഈ അമ്മച്ചി ഭക്ഷണം വിളമ്പുമ്പോൾ ഇച്ചിരി ഏറെ കൊണ്ട് കൊടുക്കും, ഏറെ. അപ്പം ആദ്യം അങ്ങ് കൊടുക്കും, പ്രായമുള്ളതല്ലേ, ചൂടോടെ കൊടുക്കുമ്പം അന്നൊക്കെ പൈപ്പ് ഒന്നുമില്ലല്ലോ, കുടിക്കാൻ ഇല്ല, ഈ മൊന്തയ്ക്കകത്ത് വെള്ളവും കൊരടിയൊക്കെ. അപ്പം അമ്മച്ചി ചോദിക്കും, നിങ്ങളൊക്കെ കഴിച്ചോ? ഇല്ല അമ്മച്ചി, ഞങ്ങളാരും കഴിച്ചില്ല, അമ്മച്ചിക്ക് ആദ്യം തരാം.
എന്നെ തന്നൊരു മൂലയിലോട്ടാക്കുക എന്നേ പിന്നെ നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ വർത്തമാനമാണ് ഉടക്ക. എന്നെ തന്നൊരു മൂലയിലോട്ടാക്കുകയാണെ പിന്നെ നിങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യമായിട്ട്. എന്നാലും എൻ്റെ വല്യമ്മച്ചി ഒന്നും പറയത്തില്ല കേട്ടോ. ചില ദിവസം അപ്പം നേരത്തെ കൊടുത്തത് കുറ്റമല്ലേ, എല്ലാവരും കഴിച്ചു കഴിഞ്ഞുകൊണ്ട് കൊടുക്കും. അപ്പോൾ ചോദിക്കും നിങ്ങളെല്ലാം കഴിച്ചോ? ആ ഞങ്ങളെല്ലാം കഴിച്ചു. ആ ബാക്കി വന്നതായിരിക്കും. ഉണ്ടോ? ഉടക്ക ബാക്കി വന്നതാ ആട്ടോ ഉടക്ക. എന്നാലും എൻ്റെ വല്യമ്മച്ചി ഒന്നും പറയത്തില്ല, സഹിഷ്ണുതയോടെ നിൽക്കും. ചിലപ്പോൾ ഇച്ചിരി ഏറെ ചോറ് കൊടുക്കും ആഹാരമേ. അമ്മച്ചി ചോറ് കഴിച്ചാട്ട്. ആർക്കാ ഇത്? അമ്മച്ചി. ഞാനാന്നോ ഈ വീട്ടിൽ ഇതിന് മുഴുവൻ കഴിക്കുന്നേ? കുഴഞ്ഞു. ചിലപ്പം കുറച്ച് കൊണ്ട് കൊടുക്കുക, കൂടുതൽ കൊടുത്ത കുറ്റമല്ലേ? അമ്മേ ആഹാരം കഴിക്കമ്മേ. ആ ഇങ്ങനെയാന്നേ അധികം നാൾ കഴിക്കണ്ടല്ലോ. ഉണ്ടോ? വർത്തമാനം ഉണ്ടോ? നീ ഇച്ചിരി നന്ന ആഹാരം കഴിക്കാറേ. അതിനാ വല്യമ്മച്ചി പറഞ്ഞുള്ള അറിവാ. അപ്പോൾ ചിലപ്പം ഒരു പരുവത്തിന് കൊണ്ട് കൊടുത്തേച്ച് പിന്നെ വേറൊരു അന്നൊക്കെ കോപ്പച്ചട്ടിയാണ്, അതിനകത്ത് കുറച്ച് ചോറും ചിരട്ടത്തവിയാ കേട്ടോ. അമ്മേ ഇച്ചിരി ചോറും ഇടട്ടെ, ഈ പാത്രത്തിന് നേരത്തെ ഇടയുണ്ടായിരുന്നല്ലോ. എങ്ങനെ ജീവിക്കും? അങ്ങനെ ഒരു അമ്മേനെ എങ്ങനെ എന്നാലും എൻ്റെ വല്യമ്മച്ചി ഒരക്ഷരം മിണ്ടുകയല്ല. ആ നിങ്ങളായിരുന്നല്ലോ. വല്യമ്മച്ചി പമ്പയാറ്റി കിടന്നേരം നേരെ ഒഴുകി പഴുക്കാന്നിലെ ചെന്ന് കിടക്കും. പക്ഷെ എൻ്റെ വല്യമ്മച്ചി ഒന്നും മിണ്ടത്തില്ല. അമ്മയാ. ഞങ്ങളോടുമൊക്കെ അങ്ങനെ ഗുണദോഷം പറഞ്ഞു തരുന്നേ, ഒന്നും പറയരുത്. അതുകൊണ്ട് തന്നെ ഇപ്പം 105 വയസ്സായി. ഭക്ഷണത്തിന് കുഴപ്പമില്ല, വസ്ത്രത്തിന് കുഴപ്പമില്ല. കുഞ്ഞുങ്ങളെല്ലാം കൊച്ചുമക്കളെ, ഞങ്ങൾ കൊച്ചുമക്കളല്ല. ഞാനിപ്പോൾ കൂടെ അങ്ങോട്ട് പോകുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാവർക്കും തൃപ്തിയാണ്. സ്വന്തം മക്കളെല്ലാം മരിച്ചു, ഒരു മരുമകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ആൺപിള്ളേരും മരുമക്കളും എല്ലാം മരിച്ചു. സ്തോത്രം. നമ്മൾ ഈ വിതയ്ക്കുന്നതാ കൊയ്യുന്നത്. വിതയ്ക്കുന്നത് കൊയ്യും. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. അതുകൊണ്ട് പ്രായമുള്ളവരെ ബഹുമാനിക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം, പ്രായമുള്ളവരെ വേദനിപ്പിക്കരുത്. പ്രായമുള്ളവരുടെ കണ്ണുനീര് നമ്മുടെ വീട്ടിൽ കഴിവിൻ്റെ പരമാവധി മനഃപൂർവമായിട്ട് വീഴിപ്പിക്കരുത്. അവരെ ശുശ്രൂഷിക്കണം, അവരെ ബഹുമാനിക്കണം. പ്രായമുള്ളവർക്ക് ചൂടോടുകൂടി ആഹാരം കൊടുക്കുന്നതാ നല്ലത്. ഫ്രിഡ്ജിനകത്തൊന്നും വെച്ച് എടുത്ത് കൊടുക്കരുത്. അമ്മ ചേച്ചിയുടെ മോര് കാച്ചി തരട്ടെ. ആ എന്ന് കാച്ചതാ? മാർച്ച് 12. ഇതിപ്പോൾ ഏതാ മാസം? ഏപ്രിൽ 14. അവർക്ക് ചൂടോടെ കൊടുക്കുന്നത്. ഞാനും പ്രസംഗിക്കുമ്പോഴൊക്കെ പറയും, പ്രായമുള്ള അപ്പനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് അവർ കട്ടൻ കുടിക്കുന്നവരാന്ന് ഒരു ചൂട് കാപ്പി ഒരു 5-5 ആകുമ്പോൾ കൊടുത്താൽ കുറച്ചുകൂടെ നല്ലത്. മിക്കവാറും. സ്തോത്രം. എനിക്ക് അറിയാവുന്നൊരു വീട്ടിൽ അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അവിടെ ഒരു സെർവൻ്റ് ഉണ്ട്, നല്ല സ്ത്രീയാണ്. അപ്പോൾ കൊച്ചമ്മ എന്നോട് ആ വീട്ടിലെ അമ്മ അവർ വേലയ്ക്ക് അവിടെ നിർത്തിയിരിക്കുക. ആ പറഞ്ഞ പേര് ഞാനങ്ങ് മറന്നുപോയി. ഇവളെല്ലാം ജോലിയും ചെയ്യും, പക്ഷേ ഒരു കുഴപ്പടിയുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്നാ കൊച്ചമ്മേ? വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് അവൾക്കൊരു കട്ടൻ ഇട്ട് കൊടുക്കണം. ഒരു 5 മണിയാകുമ്പോൾ ശമ്പളം കൊടുക്കുന്ന അമ്മ സെർവൻറ്റിന് 5 മണിക്ക് ഒരു കട്ടൻ അത് കുടിച്ചാൽ അവൾ എഴുന്നേക്കും. പിന്നെ അവൾ നല്ല ഉഷാറോടാ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ 5 മണിക്ക് ഒരു കട്ടൻ ഇട്ട് കൊടുത്തേച്ച് പിന്നെ കിടന്നു. അവളെ പണം കണ്ട അങ്ങനൊരു കുഴപ്പമുണ്ട് അവൾക്ക്. 5 മണിക്ക് ഒരു കട്ടൻ അവൾക്ക് കൊടുക്കണം. കട്ടൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ നല്ല ഉഷാറായിട്ട് എല്ലാ ജോലി. ആ അമ്മ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടുമുണ്ട്. ഞങ്ങളവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞ് ഈയിടെ നമുക്ക് വന്ന സഹോദരിയാണ്, നല്ല സ്വഭാവമാണ്,
എല്ലാ കാര്യവും ചെയ്യും. എൻ്റെ ചട്ടയും മുണ്ടും എല്ലാം കഴുകിത്തരും, നല്ല വൃത്തിയായിട്ട് കഴുകിത്തന്ന് തേച്ച് തരും. കന്നാലിയുടെ കാര്യം നോക്കും, വീട്ടിലെ കാര്യം എല്ലാം നോക്കും. പിന്നെ ഒരു കുഴപ്പം ഇതേ ഉള്ളൂ, 5 മണിയാകുമ്പോൾ ഞാൻ വെളുപ്പിന് അവക്കൊരു കട്ടൻ ഇട്ടുകൊണ്ട് അവിടെ മുടിയുടെ അവിടെ ചെന്ന് മുട്ടും. കട്ടൻ കുടിച്ചു കഴിയുമ്പോൾ അവൾ ആൾ നല്ല ഞാൻ പറഞ്ഞതങ്ങ് ഇട്ട് കൊടുത്തു, ബാക്കി എല്ലാ കാര്യവും നന്നായിട്ട് ചെയ്യുമല്ലേ. പിന്നെ ഒരു കട്ടൻ ഇട്ട് കൊടുക്കുന്ന കുഴപ്പമില്ല, 2 കട്ടൻ ഇട്ട് കൊടുത്തു. അങ്ങനെയുള്ളൂ. അപ്പം പ്രായമുള്ളവർക്ക് രാവിലെ ഒരു ചൂട് കാപ്പി കൊടുത്ത് അതുങ്ങൾ ആ ചൂട് കാപ്പി പ്രായമുള്ള അപ്പനും അമ്മയും ഒന്ന് കുടിക്കും. ശ്വാസം വിടുന്നതിനകത്തൊരു അനുഗ്രഹമുണ്ട്. നിനക്ക് നിന്നെ സന്തതിക്കും ഒരു ദോഷവും വരികയില്ല. ഇത് അതുങ്ങൾ 4 എഴുന്നേറ്റ് കുത്തിയിരിക്കുക. അങ്ങനെ ഭർത്താവ് അപ്പം ചോദിച്ചു, ലില്ലിക്കുട്ടി എഴുന്നേറ്റോ? 5:45 എടി എഴുന്നേറ്റോ? ലില്ലിക്കുട്ടി എഴുന്നേറ്റോ? ആ ഭാഗത്തോട്ട് ചെല്ലാനൊക്കത്തില്ല. 6:30 ചോദിച്ചു, എടി അവൾ എഴുന്നേറ്റോ? ഉണ്ടാതിരിക്കും, നിങ്ങൾക്ക് എന്നെ ഇത്ര പരവേശം. എടി ഒരു ചൂടുകാ പിന്നെ കൂപ്പി വെള്ളം അങ്ങനെ എടുത്ത് കുടിക്കും. 8 മണി കഴിയുമ്പോഴാ ലില്ലിക്കുട്ടി ലില്ലിക്കുട്ടി കാപ്പി ഇട്ട് ലില്ലിക്കുട്ടി മാപ്പിളയും പിള്ളേരും കൂടെ കുടിച്ചു. പിന്നെ തള്ള ഒത്തി ചെന്ന്, ലില്ലിക്കുട്ടി കാപ്പി കിട്ടോ? ആ കാപ്പി ഇട്ട് ഞങ്ങൾ കുടിച്ചായിരുന്നു, നിങ്ങൾ കുടിച്ചോ? ഇല്ല. കുടിച്ചില്ലേ? നോക്കട്ടുണ്ടോ? നോക്കിയപ്പം ഇച്ചിരി മട്ടും അമ്മ തീർന്നു പോയി. അവിടെ നിൽക്ക്. അവിടെ ആയിരുന്ന ചൂടുവെള്ളം കൂടെ അതിലോട്ട് കുറച്ചുകൂടെ വാട്ടവെള്ളം. ഇതാണ് അതിൻ്റെ മര്യാദ. ഞാൻ ചില നടപടിക്രമങ്ങളായി പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ചിലർക്ക് ചിലപ്പോൾ ഇതൊന്നും കേൾക്കുന്ന അത്ര തൃപ്തിയായിട്ട് എല്ലാവർക്കും ഒന്നും ഉപവാസ പ്രാർത്ഥനയില്ലേ, വിടുതലുകൾ ഇതല്ലയോ ഏറ്റവും വലിയ വിടുതൽ. വീട്ടിൽ ഈ കാര്യങ്ങൾക്ക് ഒരു വിടുതൽ ഉണ്ടാകുമ്പോൾ തന്നെ സകല വിഷയത്തിനും. അല്ലാതെ 7 മർമ്മം, 1-ാമത്തെ മർമ്മമെല്ലാം കൂടെ കിടച്ച് കുടുംബത്തിൽ അന്ന് അലോഗ്യമാകുന്നല്ലോ. തീർന്നില്ലേ? അതോടെ തീർന്നില്ലേ മർമ്മമെല്ലാം? പണ്ട് ഗുരുദേവൻ പറഞ്ഞതുപോലെ ബ്രഹ്മ ഇവിടെ വെച്ച് ചാരി അങ്ങ് പൊക്കോളാൻ. ബ്രഹ്മചാരിയാകാൻ ചെന്നതാ, പേര് ചാരി. അപ്പം എന്തോ നടപടിക്രമം കണ്ട് ദോഷമായിട്ട് അവൻ ഗുരു വിളിച്ച് പറഞ്ഞെന്നാ പറഞ്ഞത്. പേര് ചാരി. എന്തിനാ ഇവിടെ വന്നേ? ബ്രഹ്മചര്യം പഠിക്കാം. ഒരു കാര്യം ചെയ്യും, ബ്രഹ്മ ഇവിടെ വെച്ചേച്ചേ ഇവിടെ വന്ന് മർമ്മമെല്ലാം കേട്ടേച്ച് കുടുംബത്തിൽ എന്ന് മർമ്മത്ത് നോക്കി ഇടിച്ചാലോ. ഇവിടെ വന്ന് 12 മർമ്മം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഈ മർമ്മമെല്ലാം കേട്ടേച്ച് വീട്ടിൽ ചെന്നപ്പം വേറൊരു മർമ്മത്തിനോട്ട് ഒറ്റ ഇടി. ഇവിടെ കേട്ട മർമ്മമെല്ലാം നമ്മുടെ ജീവിതം ഒന്ന് ഭദ്രമാകണ്ടേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ജീവിതത്തിൽ ഒത്തിരി കുടുംബത്തിൽ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരണം. ബാക്കി ഭാഗം നമുക്ക് വൈകിട്ട് ചിന്തിക്കാം. ഞാൻ ഈ ഗുണദോഷങ്ങളൊക്കെ ഇപ്പം കൂടുതലും പറയുന്നത്. നിങ്ങൾക്ക് വിരക്തി ഉണ്ടോ? അതൃപ്തി വല്ലതും ഉണ്ടോ? ആട്ടെ, ദൈവത്തിന് മഹത്വം. പ്രസംഗിക്കുന്ന ഞങ്ങളും കേൾക്കുന്ന നിങ്ങളും ദൂരത്തിരിക്കുന്നവർക്കെല്ലാം ഇത് അനുഗ്രഹത്തിനും ഗുണീകരണത്തിനും ശുദ്ധീകരണത്തിനും ക്രമീകരണത്തിനും എല്ലാം ഉതകണം. ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മുടെ വായി പരിജ്ഞാനത്തോടായിരിക്കണം. നമ്മെ ഒന്ന് കണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥനയും ഉപവാസവും വളരെ വിടുതലാകും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് വിടുതലാകും, കുടുംബത്തിനകത്ത് വിടുതലാകണം, ശുശ്രൂഷയ്ക്കത് വലിയ വിടുതലാകും. എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ.